കാസർഗോഡ് നടന്നുവരുന്ന MSF ജില്ലാ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ആദ്യ ദിവസം നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയവുമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് MSFന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആദ്യ ദിനമായ വ്യാഴാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനം സജീവ ചർച്ചകൾക്കും ആശയ കൈമാറ്റങ്ങൾക്കുമുള്ള വേദിയായി മാറി. മാത്രമല്ല, നിയോജക മണ്ഡലം തലങ്ങളിലെ പ്രവർത്തക സമിതി അംഗങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിലെ വിഷയാവതരണങ്ങളും മികവുറ്റതായി. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുംബൈ ഡിസിലെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രകടനം നടക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയന്റെ ഹർഷാരവങ്ങളുടെ പ്രകടനത്തിൽ ലോക നേതാക്കന്മാരുടെ ചിത്രങ്ങളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനോഹരമായ ഛായാപടങ്ങളുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്, നാച്ചുറൽ. അതിൽ അംബേദ്കർ ഉണ്ട്, ക്വയറ്റ് നാച്ചുറൽ. അതിൽ ചെഗുവേരയുണ്ട്, ഡെഫിനറ്റ്ലി നാച്ചുറൽ. പക്ഷേ അംബേദ്കറും ഗാന്ധിജിയുടെയും ഛായാചിത്രങ്ങൾ മാത്രം കണ്ട മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥി യൂണിയന്റെ ആഘോഷ പ്രകടനങ്ങളിൽ പുതിയൊരു പ്ലക്കാർഡ് പൊന്തി കഴിഞ്ഞ വർഷം. ആ പ്ലക്കാർഡ് അത്തോളിയിലെ ദാരിദ്ര്യത്തിന്റെ കുടിലിൽ നിന്ന് ലീഗിന്റെ മെമ്പർഷിപ്പ് അരപ്പട്ടയിലുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ വിനാശകാരന്മാരെ മുഴുവൻ തൂക്കി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തോളം വളർന്ന CH മുഹമ്മദ് കോയ. ചടങ്ങിൽ MSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ ചേരൂർ അധ്യക്ഷനായി. ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ, ട്രഷറർ PM മുനീർ ഹാജി, ജില്ലാ സെക്രട്ടറിമാരായ ഹാരിസ് ചൂരി, അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട്, സെക്രട്ടറി ഇർഷാദ് മൊഗ്രാൽ, പ്രവർത്തക സമിതി അംഗങ്ങളായ ജാബിർ തങ്കയം, ഷഹീദ റാഷിദ്, ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സവാദ് അങ്കടിമുഖർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.